25 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഇറങ്ങാതിരുന്നത് ഇതിന്റെ അവകാശം ഞാനല്ലാത്തത് കൊണ്ടാ. ഞാനല്ല ഇത് കെട്ടിയത്. ദേ നിൽക്കുന്നു നിന്റെ അച്ഛൻ. അയാൾ അടിക്കണം. മനസാക്ഷി കുത്തില്ലാതെ കൈവിറയ്ക്കാതെ അഴിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അഴിക്കണം. 25 വർഷത്തെ സഹനത്തിന്റെ മുറുക്കമുണ്ട് ഇതിന്. സങ്കടങ്ങളുടെ ഭാരമുണ്ട്. മക്കളെ മോഹനോ, മകന് വേണ്ടി പ്രണയലേഖനം കൊടുത്തവൻ, ഒരു ജീവിതം മോഷ്ടിച്ചു കൊണ്ടു തന്നവൻ, ഇവളെ നീ പിന്നാലെ നടന്നു പ്രേമിച്ചപ്പോ ഞാൻ സ്നേഹിച്ചു. വിയർപ്പും ചാണകവും പുരണ്ട ഒരു ജീവിതം കൊണ്ടാടാ നിന്നെ കരുതിയത്. എന്റെ സ്നേഹം പാഴാക്കി കളഞ്ഞല്ലോ മക്കളെ നീ. ചതിപറ്റിയെന്ന് തിരിച്ചറിയുന്ന നിമിഷം ഏത് പുരുഷനും തോറ്റുപോകും. വെച്ചാ കാലം തെളിയിച്ചതാ, ഈശ്വരൻ തെളിയിച്ചതാ. 25 വർഷം പൊഴിച്ച കണ്ണീരിന്റെയും പ്രാർത്ഥനയുടെയും ഫലമാ ഇവൻ ഇവളെ കൈപിടിച്ച് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഇവൻ ഇദ്ദേഹത്തിന്റെ മകനായിരുന്നുവെങ്കിൽ ഇവൾ ഇവന്റെ സഹോദരിയാ. അതറിഞ്ഞുകൊണ്ട് ഞാൻ ഇവന്റെ ജീവിതത്തിലേക്ക് ഇവളെ കൈപിടിച്ച് കയറ്റോ? DNA അല്ല തെളിയിച്ചത്, ഈശ്വരൻ. ഈശ്വരൻ മാംഗല്യം തന്തുനാനേന. ഡോക്ടർ മോഹൻദാസ്, സിലബസിലുള്ള പുസ്തകം കാണാതെ പഠിച്ചാൽ ഒരാൾ ഡോക്ടറാകും. പക്ഷെ ജീവിതം പഠിക്കാൻ പുസ്തകമില്ല. ജീവിച്ച് പഠിക്കണം, നേരിട്ട് പഠിക്കണം. കൂടപ്പിറപ്പിനും കൂട്ടുകാരിക്കും അപ്പുറം ഒരു ബന്ധം ഇവളോട് എനിക്കുണ്ടായിരുന്നെങ്കിൽ തനിക്ക് പ്രേമിക്കാൻ കിട്ടുമോ? ഈ നിൽക്കുന്ന മകൻ എന്റേതായിരുന്നെങ്കിൽ തനിക്ക് വളർത്താൻ കിട്ടുമോ? മനുഷ്യൻ സ്നേഹിക്കുന്നത് ശരീരം കൊണ്ടല്ലടോ, മനസ്സുകൊണ്ടാ. ഡോക്ടർ മോഹൻദാസ്, നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നില്ല ഒരു മകനായി. സംശയത്തിന്റെ ആനുകൂല്യം നൽകി നിങ്ങളോട് കാരുണ്യം കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തീരുമാനിക്കുന്നു, എനിക്ക് തന്തയില്ല. തന്തയില്ലാത്തൊരു ജീവിതം കൊണ്ട് ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്യും. വരി. അവരോട് പറയണം എന്നോട് ക്ഷമിക്കണമെന്ന്. എനിക്ക് മനസ്സില്ല. അങ്ങനൊരു വാക്കില്ലായിരുന്നെങ്കിൽ അയാൾ എന്ത് ചെയ്തേനെ? ഞാൻ നീ എന്താ കാല് പിടിച്ച് ചോദിക്കണോ? എന്റെ കാലിൽ തൊടാനുള്ള യോഗ്യത പോലും അയാൾക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ട 25 വർഷം തിരിച്ചു തരാൻ സാധിക്കും അയാൾക്ക്. മനസ്സിൽ കരുതി വെച്ച സ്നേഹം മുഴുവനും നിനക്ക് തരും. ശേഷിക്കുന്ന നിമിഷങ്ങളിൽ
25 അല്ല, 25,000 വർഷത്തെ സ്നേഹം. മഴവിൽ പൂങ്കിളി നീ എൻ പ്രണയിനി, അന്തിപ്പൊൻവയിൽ ചായും നേരമായി. സ്നേഹം കൊണ്ട് നിങ്ങൾ പരസ്പരമല്ല കലഹിച്ചു പോയ മകനെയാ തോൽപ്പിക്കേണ്ടത്. ജേ, എനിക്ക് കാണുന്ന പാന്റ് ഷർട്ടൊക്കെ ഇരിക്കണേ. ടേബിളിന്റെ മുകളിലുണ്ട് മോനേട്ടാ. ആ, നീ ഒരുങ്ങിയില്ലേ? ഞാൻ വൈകില്ല, ഇതാ എത്തി. മോനേട്ടാ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സമയം വൈകുന്നു. ഇന്നെന്തോ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യനിഷ്ഠയില്ലാത്ത മനുഷ്യൻ. ദേ മോഹനേട്ടാ, എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാൻ പോവാ. ഒറ്റയ്ക്ക് കഴിച്ചാൽ കൊല്ലും നിന്നെ. ഹാ. എടോ, നമ്മൾ എത്ര വർഷമായി ഒന്നിച്ചിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട്? ഡോക്ടർ എന്നാകെ സുന്ദരനായിട്ടുണ്ടല്ലോ. എന്നാടി, അല്ലെങ്കിലും ഞാൻ സുന്ദരനല്ലാതിരുന്നത്. വിജയ്, ഞാനിന്ന് ലീവാ. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഒരു തറോ ചെക്കപ്പിന് വിധേയമാക്കുന്നു. തന്റെ ഈ ചുമ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് സാരമില്ല, എന്തോ അലർജിയോ മറ്റോ. ഞാൻ 1-2 ഡോക്ടർമാരെ കാണിച്ചതല്ലേ. സാരമുണ്ട്. താൻ ഇന്നലെ അടുത്ത് കിടന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, തനിക്ക് വീസിങ്ങിന്റെ പ്രോബ്ലം ഉണ്ട്. ശ്വാസം എടുക്കാൻ ഇയാൾ അയാസപ്പെടുന്നത് പോലെ. പിന്നെ എനിക്ക് കുറച്ച് പർച്ചേസ് ചെയ്യണം. എനിക്ക് കുറച്ച് ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കണം. പണ്ടൊക്കെ താനല്ലേ എനിക്ക് വേണ്ടി വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്തിരുന്നത്. ഈയിടെ ഒരാൾ പറഞ്ഞു എന്റെ ഡ്രസ് കോഡിന് 25 വർഷത്തെ പഴക്കമുണ്ടെന്ന്. ഇതെന്തോന്നു അടി, മൂക്കിന്റെ തുമ്പത്ത് കരി. നിന്റെ രണ്ടിന്റെ മുതുകൂത്ത് കാണാനല്ല ബാക്കിയുള്ള നീ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നത്. എന്നാ ഒരു പ്രായമായ തന്റെ അടുത്ത് നിൽക്കുന്നു വല്ല ഓർമ്മയുണ്ടോ രണ്ടിനും? ഞാനെന്താ വായില്ലാക്കുന്നില്ലപ്പനാണ്. അച്ഛനകത്തങ്ങാണിരുന്നാൽ എന്താ? ഞങ്ങള് സ്വസ്ഥമായി ജീവിക്കത്തില്ലെന്നും പറഞ്ഞ് സമ്മതിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ? കാലത്തെ കുഴിച്ചൊഴുകി കാഴ്ച ബംഗ്ലാവിൽ കുരങ്ങിരിക്കുന്നത് പോലെ വന്നിരിക്കുക. തനിക്ക് വേറെ ജോലിയൊന്നുമില്ലല്ലോ. കുരങ്ങ് നിന്റെ തന്ത. ഒരുമാതിരി മര്യാദകൾ കാണിക്കരുത് കേട്ടോ. ഞാനിവിടെ വലിക്കാനിരിക്കുകയല്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനിത് ഇവളോട് പറയും. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം, ഞാനിത് ഇവനോട് പറയും. അതാ ഇവിടുത്തെ രീതി. അതങ്ങ് പള്ളിയിൽ പറഞ്ഞാ മതി. ഞങ്ങൾ അതങ്ങ് നിർത്തി. ഞങ്ങൾക്ക് ഇനി ഇടനിലക്കാരന്റെ ആവശ്യമില്ല. ബാക്കിയുള്ളവർ ഒരുപാട് അമ്പലങ്ങളിലും പള്ളികളിലും കയറി ഇറങ്ങി നിന്നെ രണ്ടിനെ ഇങ്ങനെ ഒന്നിച്ചൊന്ന് കാണാൻ വേണ്ടി എന്ന് കരുതി ഒരു പ്രായമായവന്റെ മുന്നിൽ വന്നിരുന്ന് ആക്രാന്തം കാണിക്കരുത്. ഞങ്ങൾ ഇനി ജീവിച്ച് കാണിച്ചു തരാം. ഒരു വലിയ അരി ഗോഡൌണിന് മുന്നിൽ പട്ടിണി കിടക്കാനായിരുന്നു നിന്റെ രണ്ടിന്റെയും വിധി. ഇഷ്ടപ്പെട്ട നിമിഷം മുതൽ മരിക്കുന്നത് വരെ സ്നേഹത്തിന്റെ തിരുവോണമായിരുന്നടാ ഞാനും നിന്റെ അമ്മയും തമ്മില്. മടി കിടന്ന് ഊർത്തുവാൻ മരിക്കുമ്പോ ഞാൻ ചോദിച്ചു, ഗൗരിയേ കുടിക്കാൻ ഇച്ചിരി വെള്ളം തരട്ടേടിയെന്ന്. നിങ്ങൾ എന്നെ മുറുകെ പിടിച്ചൊരു ഉമ്മ നാടോ എന്നവള് അമർത്തി പിടിച്ചൊരു ഉമ്മ കൊടുത്തു. കഴിഞ്ഞു നോക്കിയപ്പോ തൃപ്തിയോടെ ശാന്തമായി അവൾ അന്ത്യ അത്താഴം പോലെ എന്റെ സ്നേഹം നിറച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം കണ്ട് വളർന്ന മോന 25 വർഷം വെറുതെ പാഴാക്കി കളഞ്ഞത്. ഞങ്ങളെ സ്നേഹിക്കുന്നത് കാണാൻ
അച്ഛൻ ഇനി 25 വർഷം കൂടി ജീവിച്ചിരിക്കും. നോക്കിക്കോ. വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാം. വാ ഡോക്ടറെ. ഒരു ഷോ കഴിഞ്ഞു. ഇനി അടുത്ത ഷോയ്ക്കുള്ള പരിപാടിയാണോ? അത് യു സർട്ടിഫിക്കറ്റ് ആയിരുന്നു. നിന്റെ രണ്ടിന്റെ എ സർട്ടിഫിക്കറ്റ് ആവൂ? അല്ല, കാണാനുള്ള ശേഷി കുറവ് കൊണ്ട് ചോദിച്ചതാ. കുടുംബസമേതം കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ മാത്രം മുത്തച്ഛൻ ഇവിടെ ഇരുന്നാ മതിയല്ലോ. തമാശിക്കുകയാണോ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. തമാശിക്കുകയാണോ? നീ എന്തുവാടാ മാതാപിതാക്കളെ വിരട്ടുന്നത് കണ്ടല്ലോ. അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലയോ? എനിക്ക് തന്തയില്ല. അത് നിന്റെ കയ്യിലിരിപ്പ് കാണുമ്പോഴേ മനസ്സിലാവും. മക്കളെ, കഴിഞ്ഞ 10-25 വർഷമായി ഈ വീടിന് നാവില്ലായിരുന്നു. മൂകമായിട്ട് കരയുകയായിരുന്നു. നിന്റെ അച്ഛനും അമ്മയും പരസ്പരം സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ വീട് പൊട്ടിച്ചിരിക്കുന്നത് പോലെ തോന്നുക മുത്തച്ഛന്. എനിക്ക് നിന്റെ മുത്തശ്ശിയോടൊപ്പം 26 വർഷം ജീവിക്കാനേ ഭാഗ്യം ലഭിച്ചുള്ളൂ. കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. പരസ്പരം പിണങ്ങിയാൽ ഒരു ശ്വാസം മുട്ടല. 10ാമത്തെ മിനിറ്റിൽ പറയും, ഗൗരിയേ കുടിക്കാൻ ഇച്ചിരി കഞ്ഞിവെള്ളം ഇങ്ങെടുക്കാൻ. അതോടെ തീരും. മുത്തച്ഛൻ എന്ന് പറഞ്ഞാൽ ഉമ്മറത്തിരിക്കുന്ന ബാധ്യതയുടെ പേരല്ല മക്കളെ, ജീവിതമറിയുന്ന പാഠപുസ്തകമാണത്. കണ്ണെഴുതി പൊട്ടുകുത്തി നീയൊക്കെ കാണിക്കുന്ന ഗോഷ്ഠിയുടെ പേരല്ല ജീവിതമെന്ന്. കാളവണ്ടിക്കാരനാ, പഴയ 4ാം ക്ലാസ്സുകാരൻ. ഇങ്ങനെ പറയുന്ന ചില കല്ലുവച്ച സാധനങ്ങൾ കേട്ടാ അന്തം വിട്ടു. എന്നെ കൂട്ടിക്കൊണ്ട് വന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടായല്ലോ. അച്ഛനും അമ്മയും ഇപ്പം വല്ലാത്ത സന്തോഷത്തിലാ. അതിനാണ് ഈ പറയുന്നത്, ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നമുക്കാർക്കും അറിയാൻ മേലാത്ത ഏതോ അദൃശ്യ ശക്തിയാണെന്ന്. മുരളി എന്റെ കാൽച്ചുവട്ടിൽ വീണ് മരിക്കാനും ഞാൻ തന്റെ ജീവിതത്തിലേക്ക് വരാനും ഒക്കെ കാരണക്കാരൻ ആരാ? ഈശ്വരൻ. സുധി, ഞാൻ തികച്ചും ഫ്രാങ്കായി ചോദിക്കുക. നമ്മൾ പരസ്പര ധാരണയുടെ പുറത്ത് ഒരുമിച്ചെങ്കിലും ഇതുവരെ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. എനിക്ക് തന്നേക്കാൾ പ്രായക്കൂടുതലാ. 2 മക്കളും ഉണ്ട്. പറയട്ടെ, സ്വന്തം ജീവിതം കൊണ്ട് സഹതാപം കാണിക്കുന്നതിനും സാക്രിഫൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അബദ്ധമായി പോയെന്ന് തോന്നാതിരിക്കാൻ ഏതൊക്കെയോ യോജിക്കാത്ത കണ്ണികൾ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അച്ഛനും അമ്മയും തമ്മിൽ പിണങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണെന്നൊക്കെ തനിക്ക് തോന്നിയത്. ആ തോന്നൽ സത്യവുമായിരുന്നു. ഈ വരവ് അതിന് പരിഹാരവുമായി. ഇനി ഞാൻ എൻ്റെ അച്ഛനോടൊപ്പം പൊയ്ക്കോട്ടെ. നിന്നെ എനിക്ക് ഇഷ്ടമാണ്. സഹതാപം കൊണ്ടല്ല, ത്യാഗമല്ല, സത്യമായി ഇഷ്ടം. നിനക്ക് ഇഷ്ടപ്പെടാൻ മാത്രം സുന്ദരിയാണോ ഞാൻ? സൗന്ദര്യം അത് ഇഷ്ടപ്പെടുന്നവന്റെ മനസ്സിലാണ്. ഒരു ചടങ്ങെന്ന നിലയിൽ താലി കെട്ടണമെങ്കിൽ അങ്ങനെ ആവാം. വേണ്ട, ഈ പരസ്പര വിശ്വാസം അത് മതി. വിധവയായ പെണ്ണിനും അച്ഛനില്ലാത്ത മക്കൾക്കും ബലമാകാൻ കാണിക്കുന്ന ഈ വലിയ മനസ്സുണ്ടല്ലോ, അതിനപ്പുറം എന്താവരണം? ഇത് മതി. രണ്ടാളുടെയും തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അറിയിക്കണം. എനിക്ക് മടങ്ങാൻ ധൃതിയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. അങ്ങനെ തന്നെ. ഞങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് ഇങ്ങനെ എത്തും. ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം. എനിക്ക് ഇയാളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം. ഒരുമിച്ച് ഇത്തിരി ഷോപ്പിംഗ്. എനിക്ക് മടങ്ങണം. അത് പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തിൽ പങ്കെടുക്കാതെ പോകാനോ? തന്നെയുമല്ല, ഇവരുടെ ജീവിതം ക്രമീകരിക്കണ്ടേ? ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിക്കുന്നു, അല്ലേ മോളെ? പിന്നെ അച്ഛനകത്തിരുന്നിട്ട് ഇരിപ്പറിക്കുന്നില്ലേ? നിങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷത്തോടെ പോകുന്നത് കാണാനുള്ള കൊതി കൊണ്ടാടാ. എന്റെ കൊച്ചിന്റെ കൈകൂട്ടി പിടിച്ചൊന്ന് പോയേടാ. പിടിച്ചോണ്ട് പോടാ. മഴവിൽ പൂങ്കിളി നീ എൻ പ്രണയിനി, മനസ്സിലിത്തിരി മധുരം നൽകാൻ കൂടെ പോരാമോ? അന്തിപ്പൊൻവെയിൽ ചായും നേരമായി അടുത്തു വന്നെന്നകത്തളത്തിൽ അടക്കമോദാമോ?
ടീച്ചർ ലീവ് എടുക്കുന്നോ എന്ന്. ആ വീടിന്റെയും മറ്റും താക്കോല. അച്ഛനും അമ്മയും കൂടെ ഏതൊക്കെ അമ്പലത്തിലാ പോകുന്നേ? എടി പൊട്ടി, നാട്ടുകാരെ ബോധിപ്പിക്കാൻ അമ്പലം എന്നൊക്കെ പറയുന്നതല്ലേ ഒരു രണ്ടാം പൊതുവിധു. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ പോയ സ്ഥലത്തൊക്കെ ജീവിതത്തെ 25 വർഷം പിന്നിലേക്ക് റീവൈൻഡ് ചെയ്ത് ഓടിക്കുക. ആ മുത്തശ്ശന്റെ ശീലങ്ങളൊക്കെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഞങ്ങൾ മടങ്ങി വന്നിട്ട് നിന്റെ അച്ഛൻ തിരിച്ചു പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികളെ ബോർഡിംഗിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റണം. സുദീപിനോട് ഞാൻ പറയാം, അവര് നമ്മളോട് ഇന്ന് വളരട്ടെ. അമ്മ ഇപ്പം വല്ലാത്ത സന്തോഷത്തിലാ. ഒരു 10 വയസ്സ് കുറഞ്ഞതുപോലെ. കളഞ്ഞുപോയ ജീവിതം തിരിച്ചു കിട്ടിയപ്പോ മനസ്സ് വല്ലാതൊരു ഉന്മാദത്തിലാണ്. താനിങ്ങനെ വർത്തമാനം പറഞ്ഞു നിന്നാൽ ട്രെയിൻ മിസ്സാകും. പെട്ടി പാക്ക് ചെയ്യൂ. 2 ആഴ്ചത്തേക്കുള്ള ഡ്രസ്സ് കരുതണം. മോളെ അമ്മയൊന്ന് സഹായിക്കണേ. പാടി നിങ്ങൾ എവിടെ പോവുകടാ? സമ്മതിക്കരുത് കേട്ടോ. അല്ല, നിന്റെ മോൻ പറഞ്ഞു അച്ഛനും അമ്മയും കൂടി 2ാം അറിവിലും ആഘോഷിക്കാൻ പോവുകയാണ്. നിനക്ക് നാണം ഉണ്ടോടാ? 50 കഴിഞ്ഞ മുറുക്കനും മുറുക്കിയും കൂടി മരുവീരു. അച്ഛനിപ്പോ എന്തു വേണം? എന്നെയും കൂടെ കൊണ്ടുപോകണം. മൂന്നാറിലും ഊട്ടിയിലും അച്ഛനെയും കൂടി അല്ലേ? എന്താടാ, ഞാൻ വന്നാ ഊട്ടി വിണങ്ങിപ്പോകും. മോളും മരുമോളും കൂടെ പോണെടുത്ത് അച്ഛന് വരണമെന്ന് രക്തം നിർബന്ധം. എടാ, എന്റെ ആയ കാലത്ത് നിന്നെ ഞാൻ എവിടെയെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. കലാനിലയത്തിന്റെ കടമറ്റത്ത് കത്തനാര്, കായംകുളം കൊച്ചുണ്ണി, രക്തരക്ഷസ് ഒക്കെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. PT അരവിന്ദാക്ഷമേനോൻ കായംകുളം കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കുന്നത് കാണിച്ചിട്ടുണ്ടോടാ? ആരോമലുണ്ണി സിനിമ കാണിച്ചിട്ടുണ്ടോ? നിന്നെ നിന്റെ അമ്മയും കാളവണ്ടി കയറ്റി രാജകീയമായിട്ടാ കൊണ്ടുപോയിട്ടുള്ളത്. സിനിമയും കാണിച്ച് നന്ദനം പിള്ളയുടെ കടയിൽ കയറ്റി ഇറച്ചിക്കറി ഉരട്ടി മേടിച്ച് എന്നാ തിരിച്ചു കൊണ്ടുവരുന്നത്. മാതാപിതാക്കളും മക്കളെ കൊച്ചിലേ കൊണ്ടുപോകും. മക്കൾ വലുതാകുമ്പോ മാതാപിതാക്കളെ കൊണ്ടുപോകണം. 24 മണിക്കൂറും TV-ക്കകത്ത് സിനിമയുണ്ടല്ലോ, അതിന്റെ മുന്നിൽ നിന്ന് ഉറങ്ങുന്നത് കാണാലോ. കല്യാണം കഴിഞ്ഞ് നീയോ അവളും കൂടി ഒരിക്കൽ പോയതല്ലയോടാ? അത് പിന്നെ കുറെ കാലം ഞങ്ങൾ പിണക്കത്തിലായിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞിട്ടാണോ പിണങ്ങാൻ? നിന്റെ ബോധക്കേട്. അച്ഛൻ ഞങ്ങൾ പോകാൻ സമ്മതിക്കില്ലേ? നീയും അവളും കൂടി പോയാ അച്ഛൻ പിന്നെ ആരോട് വഴക്കിടും മക്കളെ? 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വരില്ലേ? പിള്ളേര് പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി ഇവിടെ കഴിയാം. മെഡിക്കൽ റിപ്പോർട്ടുകളാണ് ഡോക്ടർ സതീഷ് ചന്ദ്രൻ തന്നതാ. എന്താ മക്കളെ? സുജിക്ക് ശ്വാസകോശത്തിൽ ക്യാൻസർ. പോടാ, വേണ്ടാതീനം പറയാതെ. എന്റെ മോക്ക് ലങ്സ് ക്യാൻസറാ. ശ്വാസകോശം മുഴുവൻ കാർന്നു തിന്നിട്ട് ഒരു വല പോലെ. ഡോക്ടറെ, ഐ ആം റെഡി. മോളെ, മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിർബന്ധ ബുദ്ധി എടുത്ത് എന്റെ കൊച്ചിനെ വിഷമിപ്പിക്കരുത് കേട്ടോ. സുദീപേ, അടുക്കളയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്, വാങ്ങിക്കൊടുക്കണം. മോഹനേട്ടാ പോകാം. ട്രെയിൻ മിസ്സാകുമെന്ന് ധൃതി പിടിച്ചിട്ട്. സുജി, യാത്രയ്ക്കൊരു ചേഞ്ച്. മോഹനേട്ടാ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. പ്ലീസ്. മക്കളെ, നിനക്കിപ്പോ സഞ്ചരിക്കാൻ പറ്റിയ അവസ്ഥയല്ലടി. അവിടെയെങ്ങാനും കിടന്ന് അച്ഛാ, എന്താ അച്ഛാ?
മോഹനേട്ടാ എന്താ അമ്മേ അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്ക് എന്താ മക്കളെ അമ്മയുടെ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ആ സ്റ്റേജ് കഴിഞ്ഞു മക്കളെ. അച്ഛാ, ബോംബെയിലെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ വിദേശത്ത് എവിടെങ്കിലും അമ്മയെ കൊണ്ടുപോകാം. എവിടെയെങ്കിലും കൊണ്ടുപോയാൽ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുപോകില്ലേ? എന്നേക്കാൾ കൂടുതൽ വിവരം നിങ്ങൾക്കറിയുമോ? ഏത് നിമിഷവും ഒരില കഴിഞ്ഞു പോകും പോലെ അവര് പോകും. തന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയാതെ അമ്മ സന്തോഷത്തോടെ ഓടി നടക്കുക. ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് വയ്യ. കരയാതെ കല്ല് പോലെ പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? അമ്മ ഇത് അറിയണ്ടേ അച്ഛാ? വേണ്ട. അറിയണം. അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അവർ റിയലൈസ് ചെയ്യട്ടെ. പക്ഷെ ആര് പറയും? ഡോക്ടർ, നമ്മളിതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്യണം. ജനിക്കുന്ന നിമിഷം മുതൽ നമ്മൾ മരണത്തിന്റെ ക്യൂവില. മഹാദുരന്തങ്ങളിൽ വിളമ്പാൻ പറ്റിയ മികച്ച സദ്യ ഇത്തരം സാന്ത്വന വാക്കുകൾ. മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, മരണം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവൾ നേരിടട്ടെ. മക്കളെ മോഹനോ, ഇപ്പോ ഈ അവയവമൊക്കെ മാറ്റി വെക്കാമെന്ന് കേൾക്കുന്നല്ലോടാ. അച്ഛന്റെ ഈ ശ്വാസകോശം എടുത്ത് അവൾക്ക് വെച്ച് എന്റെ മോളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ. വൈദ്യശാസ്ത്രത്തിൽ ഇനി പരിഹാരമില്ല. ഈശ്വരൻ എത്ര സമയം അനുവദിച്ചു കൊടുക്കുന്നുവോ അത് മാത്രം. ഞാനഭാവി, ഞാൻ ജീവിക്കാൻ നിയതി അനുവദിച്ചു തന്ന നീണ്ട 25 വർഷം പാഴാക്കി കളഞ്ഞ വിധി. എന്താ എല്ലാവരും കൂടി ഒരു ഗൂഢാലോചന? എന്താ മക്കളെ? എന്റെ ചുമയും ശ്വാസം മുട്ടലും ആണെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടിയതാ. മുത്തശ്ശിക്ക് ആസ്മ ഉണ്ടായിരുന്നു, പിന്നെ അമ്മയ്ക്കും അതിന്റെ അസ്കിത ഉണ്ടായിരുന്നു. അതോർത്ത് ഇവിടെ ആരും തലമുണ്ട നടക്കണ്ട. വന്നേ, എല്ലാവരും ആഹാരം കഴിക്കാൻ വന്നേ. എടോ ഡോക്ടറെ, എന്താ ഇങ്ങനെ തല മുമ്പിട്ടിരിക്കുന്നത്? വന്നേ. അയ്യോ, സുജി, ക്ഷമിക്കണം. വെറുതെ സംശയിച്ച് നമ്മുടെ നല്ല കാലങ്ങൾ പാഴാക്കി കളഞ്ഞതിന് ക്ഷമിക്കണം പെണ്ണേ. അയ്യേ, എന്താ ഡോക്ടറെ ഇത്? വെറുതെ എന്നെ കൂടെ വിഷമിപ്പിക്കേ. ഇത് കണ്ടോടാ മക്കള്. എന്താടാ? അമ്മയ്ക്ക് ലങ്സിൽ ക്യാൻസറാ. മോഹനേട്ടാ, ഇവൻ പറഞ്ഞത് കേട്ടോ മോഹനേട്ടാ? നീ ആ സത്യം റിയലൈസ് ചെയ്യണം.
അല്ലേ അസൂയാലു. അമ്മ അടിച്ചത് മക്കൾക്ക് വേദനിച്ചോടാ? ഇത്രയും ചൂടുള്ള നേര് കൊണ്ട് നീ എന്റെ ജീവിതത്തെ പൊള്ളിച്ചു കളഞ്ഞില്ല. എന്റെ മോഹനേട്ടൻ, എന്റെ മോൻ, എന്റെ അച്ഛൻ, എന്റെ സുമിത്ര മോള്, എന്റെ സാറ്, നിങ്ങൾ ഇത്രയും പേര് എനിക്ക് ചുറ്റും സ്നേഹവും കരുതലുമായി ഉള്ളപ്പോ ഏത് മരണം? മോഹനേട്ടാ, ദേ മരണം വരുമ്പോ എന്നെ ഇങ്ങനെ മുറുകെ പിടിക്കണം, വിട്ടുകൊടുക്കരുത്. എടോ ശാസ്ത്രപ്പിള്ള, അച്ഛൻ ഓർമ്മയുണ്ടോ മകന്റെ പ്രണയലേഖനവും കൊണ്ട് എന്നെ തേടി വന്നത്? ഞാനാണെന്ന് കരുതി എന്റെ അച്ഛനെ ചാക്കിക്കെത്തിക്കൊണ്ട് വന്നത്. സാറിന് ഓർമ്മയില്ലേ ഞങ്ങളുടെ പ്രണയത്തെ ഒരു കവിത കൊണ്ട് അടയാളപ്പെടുത്തിയത്? ആ നല്ല കാലങ്ങളെ ഓർത്ത് ഒരു വിട്ട് നിങ്ങളുടെ സ്നേഹത്തണലിൽ ഞാൻ കാത്തിരിക്കും. ഇനി എത്ര നാൾ നമ്മൾ ഈ ഭൂവിലൊന്നിച്ചു കഴിയുമെന്നറിയില്ല കൂട്ടുകാരി. ഇടനെഞ്ചിലൂരുമീ സ്നേഹം പരിഭവക്കരടും പിണക്കവും എത്ര നേരം. ഒന്നു പിണങ്ങിയാൽ പിന്നെ ഇണങ്ങുവാൻ നേരമുണ്ടാകുമോ കൂട്ടുകാരി? കലഹമൊരു കലയല്ല, സ്നേഹമൊരു കവിതയായി എഴുതാൻ മറന്നു നാം കൂട്ടുകാരി. കൂട്ടുകാരി, കൂട്ടുകാരി. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങളും കവിതയും രാജീവ് ആലുങ്കൽ. സംഗീത സംവിധാനം ആലപ്പി വിവേകാനന്ദൻ. ആലാപനം അഭിലാഷ് രാമ, ശുഭ രഘുനാഥ്. റെക്കോർഡിംഗ് റജി, ശ്രീരാഗ് ഡിജിറ്റൽ, കരുനാഗപ്പള്ളി. രംഗപടം കലാരത്ന ആർട്ടിസ്റ്റ് സുജാത. ദീപസംവിധാനം ജയേഷ് കവിത. കേശാലങ്കാരം പ്രകാശ് വിക്സ്. സഹസംവിധാനം RS അയ്യർ. അവതരണം അസിസി കൊല്ലം. നാടക സംവിധാനം വത്സൻ നിസരി.